നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് ഒരു അസാധാരണമായ സൗഖ്യമാണ്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനുണ്ടായ വിടുതലാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ആ സാക്ഷ്യം പറയാൻ നമ്മളോട് കൂടെ ആയിരിക്കുന്നത് ശാന്തി സിസ്റ്ററാണ്. ശാന്തി സിസ്റ്ററെ, പറയാമോ എങ്ങനെയാണ് നമ്മുടെ മീറ്റിംഗിൽ കടന്നു വരാനും ഒരു അത്ഭുതം അനുഭവിക്കാൻ ഇടയായതെന്ന് പറഞ്ഞാട്ട്? കോട്ടയം ചർച്ചിലെ ലീഡറാണ് അമ്മ കോട്ടയം ചർച്ചിലെ ലീഡറാണ്. ഓക്കെ, വന്നോണ്ടിരുന്നതാണ്. ഓക്കെ. അപ്പം പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പിന്നെ ചെവിക്ക് കേൾവിയില്ലെന്നും പിന്നെ നാക്കിന് കെട്ടലുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു. ഡെലിവറി കഴിഞ്ഞ സമയത്ത് ചെക്കപ്പ് ചെയ്ത സമയത്ത് ചെവിക്ക് കേൾവിയില്ലെന്നും കേൾവിയില്ലെന്ന് പറഞ്ഞു. ഓക്കെ. നാക്കിന് കെട്ടുണ്ടെന്നും പറഞ്ഞു, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നാക്കിന് കെട്ടുണ്ട്, സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കോട്ടയം ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് 1.5 മാസമുള്ളപ്പോൾ. ഓക്കെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ സൗണ്ട് എല്ലാം നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പറയാനും തുടങ്ങി. അതിനുശേഷം കുഞ്ഞ് നല്ല രീതിയിൽ ശബ്ദം ക്യാച്ച് ചെയ്യുന്നു. കുഞ്ഞ് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? സംസാരിക്കുന്ന ആളും പറയുന്നത് നല്ല ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. എന്നാൽ പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമായിട്ട് പറയാനിടയായി. കരങ്ങൾ അടിച്ചൊരു ആരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ കേട്ടത് വലിയൊരു സാക്ഷ്യമാണ്. കാരണം സിസ്റ്റർ പറയുന്നത് കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞിട്ട് കേൾവിയില്ലായിരുന്നു, നാവിന് കെട്ടുണ്ടായിരുന്നു, സംസാരിക്കത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ കോട്ടയം ചർച്ചിൽ വന്നു, ദേവദാസന്മാർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ നാവിന്റെ പ്രയാസം അത് പൂർണ്ണമായി മാറി. ഇപ്പൊ എത്ര മാസമുണ്ട് കുഞ്ഞിന്? ഇപ്പൊ 1.25 വയസ്സായി. അതായത് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അതിനുശേഷം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചോ? കാണിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അന്ന് മഞ്ഞയും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടിക്ക് മഞ്ഞ ഉണ്ടായിരുന്നു. 1.5 മാസമായിട്ട് മഞ്ഞ മാറിയിട്ടില്ലായിരുന്നു. കുഞ്ഞിന് മഞ്ഞ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പം അന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് നേരെ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് അടുത്ത ദിവസം റിസൾട്ടുമായിട്ട് വീണ്ടും അഡ്മിറ്റ് ആവാൻ ചെല്ലാൻ പറഞ്ഞപ്പം ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, സൺഡേ. ആ സൺഡേ ഞങ്ങൾ പള്ളിയിലേക്ക് വന്നു, പ്രാർത്ഥിച്ചു. പിന്നെ ചെന്ന് ചെക്ക് ചെയ്യുമ്പം മഞ്ഞയേ ഇല്ല, അവന് കുഞ്ഞിന് മഞ്ഞയില്ല. ആമേൻ. എല്ലാവരും കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. അത്ഭുതമാണ്. ഡോക്ടർ അഡ്മിറ്റ് ആകണമെന്ന് അല്ലേ പറഞ്ഞ് ഹോസ്പിറ്റലിൽ വീണ്ടും വരാൻ പറഞ്ഞതാണ്. എന്നാൽ ഇടയിൽ ഒരു ഞായറാഴ്ച പള്ളിയിൽ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് വന്നു. അന്ന് വന്ന ദേവദാസൻ പ്രാർത്ഥിച്ചു. ഒരു അത്ഭുതം സിസ്റ്ററിന്റെ ജീവിതത്തിലും കുഞ്ഞിന്റെ ജീവിതത്തിലും ഉണ്ടായി. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഈ പറഞ്ഞ ഒരു പ്രശ്നം ഇപ്പൊ കുഞ്ഞിനെ ഇല്ല. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടായിരിക്കുന്നു. ആമേൻ. വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. എങ്ങനെയാണ് നമ്മുടെ മീറ്റിംഗിലോട്ട് സിസ്റ്റർ കടന്നു വരാൻ? വന്നോണ്ടിരിക്കുന്ന അമ്മയുടെ കൂടെ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷമാണ്. എത്ര നാളോട്ട് വരുന്നുണ്ട്? അമ്മ 6 കൊല്ലത്തോളമായി. അതിനുശേഷം ഞാൻ കോഴിക്കോടായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. നാട്ടിൽ വരുന്ന സമയത്തെല്ലാം പറ്റുന്ന സമയങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു. പറ്റുന്ന സമയങ്ങളിലൊക്കെ സിസ്റ്റർ വരാറുണ്ട്. സിസ്റ്റർ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടെ മെഡിക്കൽ കോഡിംഗ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സിസ്റ്റർ മനസ്സിലാവും, അറിയാം. അതായത് യേശു ഒരു അത്ഭുതം ചെയ്തു എന്ന് മെഡിക്കൽ സയൻസും പറയുന്നുണ്ട്. ഈ സഭയെ കടന്നു വന്നതിന് ശേഷം അല്ലെങ്കിൽ ജോൺ ബോർ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം സിസ്റ്ററിന്റെ ഉള്ളിൽ ഉണ്ടായ ഒരു അനുഭവം എന്താണ്? എന്ത് പ്രശ്നം വന്നാലും നമുക്ക് യേശു ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് ആദ്യം വന്നത് തന്നെ. യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെന്തും. എന്ത് ആവശ്യത്തിന് വേണ്ടി വന്നാലും പ്രാർത്ഥിക്കുന്ന ഒരു സഭയും അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരും നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സിസ്റ്റർ മെഡിക്കൽ കോഡിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റർ അതിൻ്റെതായ കാര്യങ്ങൾ അറിയാം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ പറ്റുമ്പോഴൊക്കെ യേശുവിനെ ഉയർത്താനും ആരാധിക്കാനും സിസ്റ്റർ കടന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ സംഭവിച്ചത് തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു അത്ഭുതമാണ്. ഇത് കാണുന്ന അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു സൗഖ്യം, വലിയൊരു അത്ഭുതം സംഭവിക്കാൻ ഇടയാകട്ടെ. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ, അതുപോലെ യേശു ചെയ്ത മറ്റനുഭവങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗിൽ വന്നപ്പോൾ സിസ്റ്റർ ജീവിതത്തിലുണ്ടായ വേറെ അത്ഭുതങ്ങളോ സിസ്റ്റർ പറയാമോ? ജോലിയുടെ ഭാഗമായിട്ട് വന്ന് എക്സാം എഴുതിയ ടൈമിൽ പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എക്സാമിന്റെ സമയത്ത് പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കിട്ടി. ഓക്കെ. പിന്നെ വിവാഹം നടന്നത് ഒരു അത്ഭുതമായിരുന്നു. ഓക്കെ. അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അതിന് ജീസസ് വേൾഡ് ഒരു മുഖാന്തരമായി അല്ലേ? നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ റെഗുലറായി കാണാറുണ്ട്. പ്രാർത്ഥന ഇടാറുണ്ട്. അതിനെല്ലാം ദൈവം മറുപടി തരുന്നുണ്ട്. ആമേൻ. കരങ്ങൾ അടിച്ച് ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിന് നന്ദി പറയാം. സിസ്റ്റർ പറയുന്നത് ഇതൊരു വെറും വാക്കല്ല, ജീവിക്കുന്ന അത്ഭുതമാണ്. ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടാൻ ഇടവരട്ടെ. യേശു നിങ്ങൾക്കായി ചിലത് ഇന്ന് ചെയ്യാനായി പോകുന്നു.